أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരമകാരുണികൻ കരുണാമയൻ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഹദറത്ത് മുസ്ലിഹ് മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അർ റഹ്മാൻ അർ റഹീം. ഈ വാക്കുകളുടെ അർത്ഥത്തെ സംബന്ധിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിൽ വിവരിച്ചു കഴിഞ്ഞതാണ്. ചില ആളുകൾ ആക്ഷേപമായി പറയാറുള്ളത്, ഈ സിഫത്തുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ വിവരിച്ചു കഴിഞ്ഞതാണല്ലോ, പിന്നെ ഇവിടെ എന്തിനാണ് ആവർത്തിച്ചിരിക്കുന്നത്? ഇതിനുള്ള മറുപടി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ സ്ഥായിയായ ഒരു വിഷയമാണ് വിവരിക്കപ്പെട്ടിട്ടുള്ളത്. അത് എല്ലാ അധ്യായത്തിൻ്റെയും താക്കോലാണ്. അതുകൊണ്ട് അധ്യായത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ആ സിഫത്തുകൾ വീണ്ടും വിവരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആവർത്തനമെന്ന് പറയുകയില്ല. ഇവിടെയും ആ രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അള്ളാഹു സൃഷ്ടിച്ചതിന് ശേഷം പടിപടിയായി ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കുന്നു എന്നായിരുന്നു റബ്ബുൽ ആലമീനിൽ പറഞ്ഞ വിഷയം. അർ റഹ്മാനിർ റഹീം എന്ന ഈ ആയത്തിൽ റുബൂബിയത്തിൻ്റെ അഥവാ ആ പരിപാലനത്തിൻ്റെ മാർഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു റഹ്മാനാണ്. അതുകൊണ്ട് എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെ അഭിവൃദ്ധിക്ക് സഹായകമാകുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നു. വളരെ സൂക്ഷ്മമായ വസ്തുക്കൾ സംവിധാനിച്ചു വച്ചിരിക്കുന്നു. മൃഗങ്ങൾ, മനുഷ്യർ, സസ്യങ്ങൾ, മറ്റെല്ലാ വസ്തുക്കളും തങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് പ്രഭാവിതരായിക്കൊണ്ട് തങ്ങളുടെ നിലനിൽപ്പിനും പരിപൂർണതയിലേക്ക് എത്തുന്നതിനുള്ള കാര്യങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ റഹീമാകുന്നു. അതിനാൽ അവൻ്റെ ഏതെങ്കിലും സൃഷ്ടികളിൽ അർപ്പിതമായ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുമ്പോൾ അള്ളാഹു അതിനെ വിലമതിക്കുന്നു. അവൻ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു. അവക്ക് കൂടുതലായി അഭിവൃദ്ധി കരസ്ഥമാക്കുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. റഹ്മാൻ എന്ന സിഫത്ത് നിരുപാധികമായ കരുണ ചെയ്യുന്നതിനെയാണ് പറയുന്നതെന്ന് പറഞ്ഞിരുന്നു. അതായത് ഒരു ഉപാധിയുമില്ലാതെ കരുണ ചെയ്യുന്നതിനാണ് റഹ്മാൻ എന്ന് പറയുന്നത്. ഇത് നസാറാക്കളിലുള്ള പാപ പരിഹാര സിദ്ധാന്തത്തെ ഖണ്ഡിക്കുന്നു. അള്ളാഹുവിന് ഉപാധിയൊന്നുമില്ലാതെ കരുണ ചൊരിയാൻ സാധിക്കുകയില്ല എന്നതാണ് ആ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം. അറേബ്യയിലെ നസാറാക്കൾ കത്തെഴുതുമ്പോഴോ ഗ്രന്ഥം രചിക്കുമ്പോഴോ റഹ്മാൻ എന്ന സിഫത്തിന് പകരം മറ്റേതെങ്കിലും സിഫത്തായിരുന്നു എഴുതിയിരുന്നത്. കാരണം അവർക്ക് അറിയാമായിരുന്നു, അള്ളാഹു റഹ്മാനാണെങ്കിൽ മസീഹിന്റെ കുരിശുമരണമില്ലാതെ തന്നെ തൻ്റെ ദാസരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടും അവനില്ല എന്ന്. റഹീം എന്ന സിഫത്തിൽ പുനർജന്മ സിദ്ധാന്തത്തെ റദ്ദ് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനം പരിമിതമായ കർമ്മത്തിന് പരിമിതമല്ലാത്ത പ്രതിഫലം ലഭിക്കുകയില്ല എന്നതാണ്. റഹീം എന്ന സിഫത്ത് പറയുന്നതും പരിമിതമായ കർമ്മത്തിന് പരിമിതമല്ലാത്ത പ്രതിഫലം ലഭിക്കുകയില്ല എന്നാണ്. എന്നാൽ സൽക്കർമ്മത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ അത് ആവർത്തിക്കപ്പെടുന്നു എന്നതാണ്. അതിനാൽ അതിൻ്റെ പ്രതിഫലവും ആവർത്തിക്കപ്പെടുന്നു. റഹീം എന്ന വാക്കിൽ വീണ്ടും വീണ്ടും കരുണ ചെയ്യുക എന്ന് അർത്ഥമുണ്ട്. ഇതിൻ്റെ അർത്ഥം ഒരേ പ്രവൃത്തിക്ക് വീണ്ടും വീണ്ടും സമ്മാനം ലഭിക്കുന്നു എന്നല്ല, മറിച്ച് ഏതൊരു വ്യക്തിയാണോ നന്മ പ്രവർത്തിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്, ആ വ്യക്തി വീണ്ടും വീണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. ചുരുങ്ങിയത് വീണ്ടും വീണ്ടും സൽക്കർമ്മം ചെയ്യാനുള്ള ആഗ്രഹം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നു. അങ്ങനെ എല്ലായ്പ്പോഴും സൽപ്രവൃത്തിയുടെ പ്രതിഫലം ലഭിക്കുമ്പോൾ കൂടുതൽ നന്മ പ്രവർത്തിക്കുന്നതിനുള്ള ശക്തിയും വീണ്ടും വീണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹവും വർദ്ധിക്കുന്നതാണ്. അതിൻ്റെ ഫലമായി അള്ളാഹു അവനിൽ വീണ്ടും കരുണ ചൊരിയുന്നു. ഈ രീതിയിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം തുടർച്ചയായി വർഷിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് അള്ളാഹുവിൻ്റെ റഹം, കാരുണ്യം മുമ്പത്തെ പ്രവർത്തികൾക്കുള്ള സമ്മാനം എന്ന നിലക്ക് മാത്രമല്ല, മറിച്ച് ഭാവിയിൽ നന്മ പ്രവർത്തിക്കുന്നതിന് വിത്ത് എന്ന നിലക്കും പ്രവർത്തിക്കുന്നു. പരിമിതമായ കർമ്മം എന്ന ചിന്ത വന്നത് സ്വർഗത്തെ വെറുതെ ഇരിക്കുന്ന ഇടമെന്നും കർമ്മങ്ങളൊന്നുമില്ലാത്ത ഇടം എന്നും മനസ്സിലാക്കിയത് കാരണത്താലാണ്. ഈ ലോകത്തെ ജീവിതം അവസാനിക്കുന്നതോടുകൂടി കർമ്മങ്ങളും അവസാനിക്കുന്നു എന്നവർ കരുതുന്നു. എന്നാൽ ഇസ്ലാം വീണ്ടും വീണ്ടും കരുണ ചൊരിയുകയും വീണ്ടും വീണ്ടും
സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വിഷയമാണ് മുന്നോട്ട് വെക്കുന്നത്. സ്വർഗം ദാറുൽ അമൽ അഥവാ കർമ്മങ്ങളുടെ ഇടം തന്നെയാണ്. അള്ളാഹു റബ്ബുൽ ആലമീനാണ്. സ്വർഗവും ഒരു ആലമാണ്. അതിനാൽ അവിടെയും അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. അല്ല എങ്കിൽ റബ്ബുൽ ആലമീൻ എന്ന് പറയുന്നത് ശരിയാവുകയില്ല. ഈ ലോകത്തെ കർമ്മവും പരലോകത്തെ കർമ്മവും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വീഴ്ചയും താഴ്ചയും ഉണ്ടാവുന്നതാണ്. എന്നാൽ അവിടെ അഭിവൃദ്ധി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹുവിൻ്റെ കാരുണ്യം വീണ്ടും വീണ്ടും വർഷിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതിനാൽ പരിമിതമായ കർമ്മവും പരിമിതമല്ലാത്ത പ്രതിഫലവും എന്ന ചോദ്യം തന്നെ ഇവിടെ ഉദിക്കുന്നില്ല. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.